നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമൂലം താരസംഘടനയായ അമ്മയിലുണ്ടായ പൊട്ടിത്തെറികളുമാണ്. പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചതോടെ അമ്മ സംഘടന നേരിടുന്നത് ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത പ്രതിസന്ധിയാണ്. സംഘടന രൂപീകരിച്ച ശേഷം ഇതാദ്യമായാണ് ഭരണസമിതിയിൽ ഒരു കൂട്ടരാജി ഉണ്ടാകുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചതിന് പിന്നാലെയാണ് 17-അംഗ എക്സിക്യൂട്ടീവ് ഒന്നടങ്കം ഒഴിഞ്ഞത്. മോഹൻലാലിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായെങ്കിലും രാജിയിൽ അദ്ദേഹം ഉറച്ചുനിന്നു. അഡ്ഹോക് കമ്മിറ്റിയായിരിക്കും ഇനി സംഘടനയുടെ താൽക്കാലിക ചുമതല. സംഘടനയുടെ നിയമാവലി പ്രകാരം നിലവിലുള്ള എക്സിക്യൂട്ടീവിലെ അംഗങ്ങൾ തന്നെയാകും അഡ്ഹോക് കമ്മിറ്റിയിലും ഉണ്ടാവുക. എന്നാൽ 2 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ അമ്മ കണ്ടെത്തേണ്ടി വരും. മോഹൻലാൽ ഉൾപ്പെടെ നിലവിലുള്ള ആരും ഇനി ഭാരവാഹിത്വത്തിലേക്ക് വരില്ലെന്നാണ് റിപ്പോർട്ട്. കാലാകാലങ്ങളായി ഉയരുന്ന തലമുറ മാറ്റമെന്ന ആവശ്യമാണ് കൂട്ടരാജിയോടെ അമ്മയിൽ സംഭവിക്കാൻ പോകുന്നത്. പുതുതലമുറ താരങ്ങളും ഒപ്പം കൂടുതൽ സ്ത്രീകളും നേതൃത്വത്തിലേക്ക് എത്താനാണ് ഇനി സാധ്യത. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അമ്മയിൽ കാര്യങ്ങൾ വഷളായത്. തെറ്റുകളും കുറവുകളും ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിനെ തിരുത്തുമെന്ന നിലപാടെടുക്കുന്നതിന് പകരം പ്രതിരോധിക്കാനായിരുന്നു എക്സിക്യൂട്ടീവ് ശ്രമിച്ചത്. ദേശീയ തലത്തിലേക്ക് വന്നാൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളത്തെ അവഗണിക്കുമ്പോൾ വയനാടിന് കൈത്താങ്ങാവുകയാണ് NDA സർക്കാരുകൾ. NDA സർക്കാർ ഭരിക്കുന്ന മധ്യപ്രദേശ് 20 കോടിയും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ആന്ധ്രയും 10 കോടി വീതവുമാണ് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടതുപക്ഷവും വലതുപക്ഷവും 1 രൂപ നൽകിയാൽ പോലും വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ എന്നാൽ ഇത് അറിഞ്ഞില്ലെന്ന മട്ടാണ്. കാരണം ഇത്രയധികം കോടിക്കണക്കിന് രൂപ ഒരു മന്ത്രിയോ MPയോ പോലും ഇല്ലാത്ത വയനാടിന് NDA സർക്കാർ നൽകിയിട്ടും മാധ്യമങ്ങൾ വാമൂടി കെട്ടിയിരിക്കുകയാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നയാ പൈസ കേരളത്തിന് നൽകാതിരിക്കുമ്പോഴാണ് NDA സർക്കാർ കരങ്ങൾ നീട്ടിയിരിക്കുന്നത്. പുനരധിവാസത്തിനായി UP സർക്കാർ 10 കോടിയാണ് വയനാടിന് അനുവദിച്ചിരിക്കുന്നത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് തുക കൈമാറുന്ന കാര്യം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനത്തിന് സഹായം അഭ്യർത്ഥിച്ച് യോഗിക്ക് കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് യോഗി ആദിത്യനാഥ് ധനസഹായം പ്രഖ്യാപിച്ചത്. കൂടാതെ UPയിലെ ജനങ്ങളും സർക്കാരും കേരളത്തിനൊപ്പമാണെന്ന് ഗവർണർക്ക് അയച്ച കത്തിലൂടെ യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുകയും ചെയ്തു. ഇനി അന്താരാഷ്ട്ര തലത്തിലേക്ക് വന്നാൽ ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് നടന്ന സമാധാന ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈജിപ്ത്, ഖത്തർ, US എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ കെയ്റോയിൽ വെച്ച് നടന്ന സമാധാന ചർച്ചയാണ് പരാജയപ്പെട്ടത്. ഇതോടെ ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരായ ഇസ്രയേൽ സൈനിക നടപടി തുടരും. അതേസമയം മധ്യ ഗാസയിലെ ദെയ്ർ അൽ ബലാഹിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സേന ആവശ്യപ്പെട്ടു. ഇവിടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കു നേരെ സൈനിക നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധ്യ ഗാസയിൽ പ്രവർത്തിച്ചിരുന്ന ഏക ആശുപത്രിയായ അൽ അക്സയിൽ നിന്ന് രോഗികൾ ഒഴിഞ്ഞുപോയി തുടങ്ങി. അത്യാഹിത വിഭാഗം ഒഴികെ മറ്റു യൂണിറ്റുകളെല്ലാം പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.